ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് മോളുടെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കൊച്ചു വ്ളോഗാണ്. അപ്പോൾ വലിയ പാർട്ടിയൊന്നുമില്ല. എൻ്റെ ഫാമിലിയും കുഞ്ഞിരാക്കാൻ്റെ ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാർച്ച് 15-നായിരുന്നു കേട്ടോ കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് നോമ്പുമാണ്. അപ്പോൾ അത് കാരണം തന്നെ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. വൈകുന്നേരമാണ് കേട്ടോ ഇത് ഞാൻ എടുക്കുന്നത്. നോമ്പ് തുറന്ന് രാത്രിയാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചത്. അപ്പോൾ അത് നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും സൈഡാവൽ തുടങ്ങിക്കണം. എല്ലാവർക്കും ക്ഷീണം വന്നിട്ട് നാത്തൂൻ്റെ മക്കളും മൂത്തച്ഛൻ്റെ ഇളയച്ഛൻ്റെ മക്കളും അവരൊക്കെ ഉണ്ടത്. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും അധികമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ക്ഷീണമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണക്കടി ആദ്യം ഒന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഴംപൊരി മാത്രമേ വീട്ടിലുണ്ടാക്കിയുള്ളൂ. പൊക്കവടിയും സമൂസയും പുറത്തുനിന്ന് വാങ്ങി. ഇളയച്ഛനും എൻ്റെ അമ്മയും 3 നാത്തൂന്മാരും മൂത്തച്ഛയാണ് കേട്ടോ അടുക്കളയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ആർക്കും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല കേട്ടോ, എല്ലാവർക്കും മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും മുഖമൊന്നും ഞാൻ എടുക്കണില്ല. പിന്നെ ബീഫ് വരട്ടിയതും ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പത്തിരിയും പൊറാട്ടയാണ്, അതും വാങ്ങിക്കാണ്. എല്ലാവർക്കും നോമ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ആരും ഇടങ്ങറാവണ്ട വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതും ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി, ബീഫ് വരട്ടി, പഴംപൊരി ഉണ്ടാക്കി, പിന്നെ ജ്യൂസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ. അതൊക്കെ മാത്രമേ വീട്ടിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെ വന്നതാണ് കേട്ടോ. പക്ഷെ അവർക്കൊന്നും വീഡിയോയിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അധികമൊന്നും അങ്ങനെ എടുത്തില്ല. നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും ഒരുമിച്ചല്ലേ നോമ്പ് തുറക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ചായയുടെയും നിസ്കാരവും ചായയുടെയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. കേക്ക് മുറിക്കുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോൺ നാത്തൂൻ്റെ മക്കളുടെ അടുത്തൊക്കെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ വീഡിയോ എടുത്തപ്പോൾ അത് ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ വന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ഭാഗത്ത് ഇരുന്നിട്ട് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഈ കട്ടുമ്മയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. കിട്ടിയ പാടന്നെ ഇവരൊക്കെ തന്നെ അതൊക്കെ പൊളിച്ച് നോക്കിയിട്ട് അവിടെയൊക്കെ പരത്തിയിട്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണിൽ ഓൾ എന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ എല്ലാവരും കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് ഇരിക്കൽ തുടങ്ങിയിട്ടോ. ഇത് ഇളയച്ഛൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടാളും റൈസ് മോളിനേക്കാളിലും 2 മാസത്തെ കുറവേ ഉള്ളൂ കേട്ടോ ഇളയച്ഛൻ്റെ കുട്ടിക്ക്. അപ്പോൾ അവർ രണ്ടാളും പിന്നെ ഈ ചൂടുമല്ലേ അത് കാരണം ഡ്രസ്സൊക്കെ ഊരിയിട്ട് രണ്ടാളും കളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മോളിട്ടിട്ടുള്ള ഈ കമ്മൽ ഇന്ന് വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ മോളുടെ ഡ്രസ്സ്. ഇതോളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പകലിരുത്തിയതാണ്. അവൾ വല്ലാണ്ട് സമ്മതിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ഇടാം കേട്ടോ. പിന്നെ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സ്. ഇത് മുത്തച്ഛൻ്റെ മോള് കൊടുന്നതാണ്. അടുത്തത് ഇതാണ്. പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയാണല്ലോ അല്ലേ. ഓരോന്നും ഓരോ മോഡലായിരിക്കും. ഇതൊരു മീഡിയം ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു ഫ്രോക്കാണ്. ഫുൾ സ്ലീവൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ. ഇതൊരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതാ ഇങ്ങനത്തെ 2 ഡോളുണ്ട് കേട്ടോ. ആരാ കൊടുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതിലൊരു വലിയൊരു ഡോളുണ്ട്. ഇതിൻ്റെ വലിപ്പം നോക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ചെയറുണ്ട്. പിന്നെ ഊഞ്ഞാലും ഉണ്ട്. അപ്പോൾ അത് ഊരി കൊടുത്താൽ അവൾ തന്നെ അതിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് വെക്കണത് അവൾക്ക് ഇഷ്ടമല്ല. അതില്ലാണ്ട് അവൾ അതിൽ കയറി അവൾ തന്നെ സ്വന്തമായിട്ട് അതിൽ കയറിയിരിക്കും. പിന്നെ ഇത് ഊഞ്ഞാൽ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തത് ബർത്ത്ഡേ ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.